ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദുഃഖകരമായ വാർത്തകളോട് കൂടിയായിട്ട് എഴുന്നേൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായേ. ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അടുത്തായിട്ട് കോളേജിൻ്റെ അവിടെയായിട്ട് നേരത്തെ കഴിഞ്ഞ വർഷം ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇത്തവണ അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായി. ഇവിടെയുള്ള ഒരു ആൾ ലോറി ഡ്രൈവറായിട്ട് മരിച്ചത്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നമ്മുടെ വീടിന് മുകളിൽ മണ്ണിറങ്ങി വന്നിട്ടില്ലായിരുന്നോ? അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ മുകളിലേക്ക് കയറി വന്നേ. അപ്പോൾ നോക്കിയപ്പോൾ സെൻട്രൽ പോയിൻ്റ് കഴിഞ്ഞ് മണ്ണ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ മീഡിയ നെറ്റ് ന്യൂസിനോടും പിന്നെ 24 ന്യൂസിലൊക്കെ വാർത്ത അറിയിച്ചു. വീഡിയോ എടുത്തൊക്കെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇന്ന് എവിടെയും പോകുന്നില്ലല്ലോ, അപ്പം നല്ല മഴയാണ്. അപ്പം നമ്മുടെ ഹീറോ ഇവിടെ മഴയത്ത് നനഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അവന് ഇന്നലെ കോട്ട് വാങ്ങിക്കാൻ പോയപ്പോൾ അവനും ഒരു കവർ വാങ്ങിച്ചേ. അപ്പോൾ അതൊന്ന് ഇടിപ്പിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് വന്നാണേ. പിന്നെ കഴിഞ്ഞ ദിവസം വണ്ടി എടുത്തപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ ഒരു ഫീലായി കേട്ടോ. ഇനിയിപ്പോൾ ഈ മഴ നനഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണെന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് അതിനൊരു കവർ വാങ്ങിച്ചിട്ടു. ഇപ്പം മൂന്നാറിലേക്ക് പോകേണ്ട വഴി ബ്ലോക്കാണ് കേട്ടോ. നമുക്കത് പോകണമെങ്കിൽ ചൊക്കനാട് വഴി പോകണം. പക്ഷെ അത് എല്ലാവർക്കും തന്നെ ആ വഴി അറിയില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ അത് വരുന്നവർ അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ച് തന്നെ പോവുക. കാരണം മൂന്നാറിലേക്ക് പോകണമെങ്കിൽ ആ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, മെയിൻ വഴി. അതിപ്പോൾ ഫുള്ളും ബ്ലോക്കാണ്. അത് ഏകദേശം ഇനി എടുക്കാൻ ലേറ്റ് ആകുമായിരിക്കും. ഏതായാലും 5-6 ദിവസം ആകുമായിരിക്കും. അത്രയും മണ്ണാണ് ഇറങ്ങി വന്നേക്കുന്നത്. അപ്പം മുകളിലേക്ക് കയറി വന്നുകൊണ്ട് കടയിൽ ചെന്ന് കുറച്ച് വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചിട്ട് പോകുന്ന ഓർത്ത് വന്നേ. അപ്പം ദേവളം ടൗണിൽ കുറച്ച് കടകളൊക്കെ അടച്ചിട്ടേക്കുവാണ്, മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറേ റൂംസ് ഉണ്ട്, ഇതുപോലെ നിറയെ റൂംസ് ഉണ്ട്. ദേവളം അകത്തേക്ക് വരണം. അകത്തേക്ക് വരുമ്പോൾ റൂംസും റിസോർട്ട്സുകളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കുറേ നേരം പട്ടി നോക്കിയിരുന്നേ. എന്നിട്ട് അത് വീഡിയോയ്ക്ക് പോസൊക്കെ തന്നേ. പിന്നെ കടയിൽ ചെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നമ്മൾ രാവിലെ മീഡിയ നെറ്റിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ വന്നിരുന്നേ. അപ്പോൾ അടുത്തുള്ള എല്ലാവരും കൂടെ ആയിട്ട് കയറി വന്നിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ 30ഓളം വീടുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ മണ്ണിറങ്ങി വന്നപ്പം മാറി താമസിക്കണമെന്നും പറഞ്ഞ് ഉത്തരവുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്ന് മാറി താമസിക്കാൻ വയ്യാത്ത ആളുകളാണ് എല്ലാവരും. അപ്പോൾ അത് എല്ലാവരും പറഞ്ഞ് നോക്കാം എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ എന്ന്. അല്ലെങ്കിൽ എല്ലാവരും തന്നെ സമരത്തിൽ ഇറങ്ങാൻ വേണ്ടി തന്നെയാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ മൂന്നാറിലേക്ക് വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വരിക. ഇവിടെയൊക്കെ എത്തുമ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ട് പോവുക കേട്ടോ. എന്നാൽ ടാറ്റ, ബൈ ബൈ.